ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു GKC ട്യൂട്ടോറിയൽസ്. വീഡിയോയിലേക്ക് പോകും മുമ്പ് നമ്മുടെ ചാനലിൽ ക്യാഷ് നൽകി ജോയിൻ മെമ്പറാകാൻ ആഗ്രഹിക്കുന്നവർ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് ഈ ചാനലിൽ ലഭ്യമാക്കിയിട്ടുള്ള അനൗൺസ്മെന്റ് വീഡിയോ നിർബന്ധമായും കാണുക. ഓരോരുത്തർക്കും ആവശ്യമായ ക്ലാസുകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ജോയിൻ ചെയ്യാവൂ. കൂടാതെ ഏതൊക്കെ ക്ലാസുകളാണ് പെയ്ഡായി നൽകിയിട്ടുള്ളത് എന്നറിയാൻ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ മെമ്പേഴ്സ് ഒൺലി വീഡിയോസ് എന്നൊരു ലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ ഏതെല്ലാം പരീക്ഷകൾക്കായുള്ള ക്ലാസുകളാണ് പെയ്ഡായി ലഭ്യമാക്കിയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓൾറെഡി മെമ്പേഴ്സ് ആയവർക്ക് വീഡിയോ കാണാവുന്നതുമാണ്. ഓക്കെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ മലയാളം ഗ്രാമർ ഈ ഭാഗത്തിൽ നിന്ന് എക്സാമിന് പഠിച്ചിരിക്കേണ്ട കുറച്ചധികം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ആണ്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപ് മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻസ് നോക്കാം. മലയാളം ഗ്രാമർ വിഭാഗത്തിൽ ആദ്യം പഠിക്കാൻ പോകുന്നത് അപരനാമങ്ങളെ കുറിച്ചാണ്. കേരളത്തിലെ കുറച്ച് പ്രശസ്തരായ വ്യക്തിത്വങ്ങളും അവരുടെ അപരനാമങ്ങളും എന്താണെന്ന് നോക്കാം. കേരള വാത്മീകി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഇപ്പോൾ വള്ളത്തോൾ നാരായണ മേനോനാണ് കേരള വാത്മീകി എന്ന് അറിയപ്പെടുന്നത്. കേരള വാത്മീകി വള്ളത്തോൾ നാരായണ മേനോൻ. നെക്സ്റ്റ്, കേരള വ്യാസൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് കേരള വ്യാസൻ എന്നറിയപ്പെടുന്ന വ്യക്തി. നെക്സ്റ്റ്, കേരള പാണിനി എന്ന അപരനാമം ആരുടേതാണ്? AR രാജരാജവർമ്മയാണ് കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത്. അടുത്തത്, കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കേരള കാളിദാസൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. നെക്സ്റ്റ്, കേരള ഹെമിംഗ്വേ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി MT വാസുദേവൻ നായരാണ് കേരള ഹെമിംഗ്വേ എന്ന് അപരനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി. അപ്പോൾ ഇതുവരെ പറഞ്ഞ അപരനാമങ്ങൾ ഒന്നുകൂടി പറയാം. കേരള വാത്മീകി വള്ളത്തോൾ നാരായണ മേനോൻ, കേരള വ്യാസൻ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, കേരള പാണിനി AR രാജരാജവർമ്മ, കേരള കാളിദാസൻ കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ, കേരള ഹെമിംഗ്വേ MT വാസുദേവൻ നായർ. ഇനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് തൂലികാ നാമങ്ങളെ കുറിച്ചാണ്. അപ്പോൾ മലയാളത്തിലെ ഇത്തരായ കവികളും എഴുത്തുകാരുടെയും തൂലികാ നാമങ്ങൾ ആണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ തൂലികാ നാമങ്ങളുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അവൈലബിൾ ആണ്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി തൂലികാ നാമങ്ങൾ നോക്കാം. ആശാ മേനോൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ട വ്യക്തി K ശ്രീകുമാറാണ് ആശാ മേനോൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത്. നെക്സ്റ്റ്, വിലാസിനി എന്നറിയപ്പെടുന്ന വ്യക്തി MK മേനോനാണ്. നെക്സ്റ്റ്, സഞ്ജയൻ എന്ന തൂലികാ നാമം MR നായരുടേതാണ്. തിക്കോടിയൻ എന്നത് P കുഞ്ഞനന്ദൻ നായരുടെ തൂലികാ നാമമാണ് തിക്കോടിയൻ. ഇനി കാക്കനാടൻ എന്ന തൂലികാ നാമം ജോർജ് വർഗീസിന്റേതാണ്. ഉറൂബ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി PC കുട്ടിക്കൃഷ്ണനാണ്. ഇന്ദുചൂടൻ എന്ന തൂലികാ നാമം KK നീലകണ്ഠന്റേതാണ്. അപ്പോൾ തൂലികാ നാമങ്ങൾ ഒന്നുകൂടി പറയാം. ആശാ മേനോൻ എന്ന തൂലികാ നാമം K ശ്രീകുമാറിന്റേതാണ്. വിലാസിനി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി MK മേനോൻ. സഞ്ജയൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി MR നായർ. തിക്കോടിയൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി P കുഞ്ഞനന്ദൻ നായർ. കാക്കനാടൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ജോർജ് വർഗീസ്. ഉറൂബ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? PC കുട്ടിക്കൃഷ്ണൻ. ഇന്ദുചൂടൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി KK നീലകണ്ഠനാണ്. ഇനി ശൈലികളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അതായത് മലയാളം ഭാഷയിൽ ചില ശൈലികളുണ്ട്. അത് ഏതാണെന്ന് നോക്കാം. ഒന്നാമത്തേത് അജഗജാന്തരം എന്ന ശൈലിയുടെ അർത്ഥം വലിയ വ്യത്യാസം എന്നാണ്. അജഗജാന്തരം എന്നാൽ വലിയ വ്യത്യാസം എന്നാണ് ഈ ശൈലിയുടെ അർത്ഥം. നെക്സ്റ്റ്, കൂപമണ്ഡൂകം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ലോകവിവരം കുറഞ്ഞയാൾ എന്നാണ്. കൂപമണ്ഡൂകം എന്നാൽ ലോകവിവരം കുറഞ്ഞയാൾ എന്നാണ് അർത്ഥം. നെക്സ്റ്റ്, ചെണ്ട കൊട്ടിക്കുക എന്ന ശൈലിയുടെ അർത്ഥം പരിഹസിക്കുക എന്നാണ്. പരിഹസിക്കുക. നെക്സ്റ്റ്, ഭാഗീരഥ പ്രയത്നം എന്ന ശൈലിയുടെ അർത്ഥം കഠിനമായ പരിശ്രമം എന്നാണ് ഭാഗീരഥ പ്രയത്നം എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഓണം കേറാമൂല ഈ ശൈലിയുടെ അർത്ഥം എന്താണ്? കുഗ്രാമം. ഓണം കേറാമൂല എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്?
കുഗ്രാമം എന്നാണ്. ദീപാളി കുളിക്കുക. ദീപാളി കുളിക്കുക എന്ന ശൈലിയുടെ അർത്ഥം പാഴ്ചെലവ് ചെയ്ത് നശിക്കുക എന്നാണ്. ദീപാളി കുളിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? പാഴ്ചെലവ് ചെയ്ത് നശിക്കുക. ആബാലവൃദ്ധം എന്ന ശൈലിയുടെ അർത്ഥം എല്ലാവരും അല്ലെങ്കിൽ മുഴുവൻ പേരും എന്നതാണ് ആബാലവൃദ്ധം എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓണം കേറമൂല, കുഗ്രാമം, ദീപാളി കുളിക്കുക, പാഴ്ചെലവ് ചെയ്ത് നശിക്കുക, ആബാലവൃദ്ധം എന്ന ശൈലിയുടെ അർത്ഥം എല്ലാവരും അല്ലെങ്കിൽ മുഴുവൻ പേരും എന്നാണ്. നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് പദശുദ്ധിയാണ്. പദശുദ്ധി എന്ന ഭാഗമാണ്. അതായത് 2 വാക്കുകൾ തന്നിട്ട് അതിൽ നിന്ന് ശരിയായ വാക്ക് ഏതാണെന്ന് പിക്ക് ചെയ്യാനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു വാക്ക് പല രീതിയിൽ എഴുതിയിരിക്കും. അതിൽ നിന്ന് ശരിയായ വാക്ക്, അതായത് ശരിയായ രീതിയിൽ എഴുതിയിരിക്കുന്ന വാക്കാണ് പിക്ക് ചെയ്യേണ്ടുന്നത്. ഇവിടെ അനുഗ്രഹം. അനുഗ്രഹം എന്ന വാക്ക് 2 രീതിയിൽ എഴുതിയിട്ടുണ്ട്. ഇതിൽ ആദ്യത്തേതാണ് ശരിയായ രീതി അല്ലെങ്കിൽ ശരിയായ വാക്ക്. അനുഗ്രഹം എന്നെഴുതുന്നത് ആദ്യത്തെ രീതിയിലാണ്. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ പ്രദക്ഷിണമാണ്. പ്രദക്ഷിണം ഈ 2 രീതിയിൽ എഴുതിയിരിക്കും. ഇതിൽ രണ്ടാമത് എഴുതിയിരിക്കുന്നതാണ് ശരിയായ വാക്ക്. ശരിയായ രീതി പ്രദക്ഷിണം എന്നാണ്. നെക്സ്റ്റ് ഭഗവത്ഗീത. ഭഗവത്ഗീത എന്നത് ആദ്യത്തെ രീതിയിലാണ് ശരിയായി എഴുതേണ്ടുന്നത്. നാലാമത്തേത് അശ്വമേധം. അശ്വമേധം എഴുതിയിരിക്കുന്നതിൽ രണ്ടാമത്തെ വാക്കാണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് വൃശ്ചികം. വൃശ്ചികം എന്നത് ആദ്യത്തെ രീതിയിലാണ് ശരിയായി എഴുതേണ്ടുന്നത്. ഇനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് പര്യായ പദങ്ങളാണ്. കുറച്ച് വാക്കുകളും അതിന്റെ പര്യായ പദങ്ങളും പായം പഠിച്ചു വെച്ചിരിക്കണം. ആദ്യത്തേത് പർവ്വതമാണ്. പർവ്വതത്തിന്റെ പര്യായങ്ങളാണ് ഗിരി, ശൈലം, അദ്രി, ശിഖരി, അചലം. ഗിരി, ശൈലം, അദ്രി, ശിഖരി, അചലം ഇവയൊക്കെ പർവ്വതത്തിന്റെ പര്യായ പദങ്ങളാണ്. ഈ ക്വസ്റ്റ്യൻ ഏത് രീതിയിലും ചോദിക്കാവുന്നതാണ്. അതായത് ക്വസ്റ്റ്യനിൽ കുറച്ചധികം ഓപ്ഷൻ തന്നിട്ട് ഇതിൽ പർവ്വതം എന്ന് അർത്ഥം വരുന്ന വാക്ക് ഏതാണ് എന്ന് ചോദിക്കാം. പർവ്വതം എന്ന് അർത്ഥം വരാത്ത അല്ലെങ്കിൽ അർത്ഥമില്ലാത്ത വാക്ക് ഏതാണെന്ന് ചോദിക്കാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ തന്നെ ഇതിൽ നിന്ന് ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പ്രാപ്തമാകുന്ന രീതിയിൽ വേണം ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചു വെക്കാൻ. ഇനി അടുത്ത വാക്കാണ് ആകാശം. ആകാശം എന്നതിന്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അമ്പരം, വാനം, ഗഗനം, നഫസ്. അമ്പരം, വാനം, ഗഗനം, നഫസ് ഇവയൊക്കെയാണ് ആകാശത്തിന്റെ പര്യായ പദങ്ങൾ. അടുത്തത് ആന. ആനയുടെ പര്യായ പദങ്ങളാണ് ഗജം, കരി, ദന്തി, കുംഭി, മാതംഗം, ഹസ്തി, ദ്വിപം. അപ്പോൾ ഗജം, കരി, ദന്തി, കുംഭി, മാതംഗം, ഹസ്തി, ദ്വിപം ഇവയൊക്കെ ആനയുടെ പര്യായ പദങ്ങളാണ്. ഈ പര്യായ പദത്തിൽ അവസാനത്തെ വാക്കൊഴിച്ച് ബാക്കി എല്ലാം ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന ആനയുടെ പര്യായ പദങ്ങളാണ്. എന്നാൽ ദീപം എന്ന് കേട്ടാൽ അത് ആന എന്നാണ് ഇതിന്റെ മീനിങ് എന്ന് നമുക്ക് പെട്ടെന്ന് ഗസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് താമരയാണ്. താമരയുടെ പര്യായ പദങ്ങളാണ് അംബുജം, കമലം, നളിനം, പത്മം, സാരസം, രാജീവം. അംബുജം, കമലം, നളിനം, പത്മം, സാരസം, രാജീവം ഇവയൊക്കെ താമരയുടെ പര്യായ പദങ്ങളാണ്. നെക്സ്റ്റ് ചന്ദ്രൻ. ചന്ദ്രന്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സോമൻ, ഇന്ദു, തിങ്കൾ, ശശി, സുധാംശു, വിധു, മൃഗാങ്കൻ. സോമൻ, ഇന്ദു, തിങ്കൾ, ശശി, സുധാംശു, വിധു, മൃഗാങ്കൻ ഇവയൊക്കെ ചന്ദ്രന്റെ പര്യായ പദങ്ങളാണ്. എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കൊണ്ടിരിക്കുന്ന വാക്കുകളാണ്. അതുകൊണ്ടാണ് അത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുറച്ച് വിപരീത പദങ്ങൾ കൂടി പഠിക്കാം. അപ്പോൾ പാശ്ചാത്യം എന്നതിന്റെ ഓപ്പോസിറ്റ് അഥവാ വിപരീത പദം പൗരസ്ത്യം എന്നാണ്. പാശ്ചാത്യം, പൗരസ്ത്യം. നിഗ്രഹം ഓപ്പോസിറ്റ് അനുഗ്രഹം. ക്ഷയം വിപരീത പദം വൃദ്ധി. ക്ഷയം, വൃദ്ധി അതായത് അഭിവൃദ്ധി എന്നുള്ളതിന്റെ വൃദ്ധി തന്നെയാണ് ക്ഷയത്തിന്റെ ഓപ്പോസിറ്റ്. കൃതജ്ഞത ഇതിന്റെ ഓപ്പോസിറ്റ് അഥവാ വിപരീത പദം കൃതജ്ഞതയാണ്. കൃതജ്ഞത ഓപ്പോസിറ്റ് കൃതജ്ഞത. ഇനി സ്വാർത്ഥം എന്നതിന്റെ വിപരീത പദം എന്താണ്? നിസ്വാർത്ഥം. സ്വാർത്ഥം, നിസ്വാർത്ഥം. അപ്പോൾ പാശ്ചാത്യം, പൗരസ്ത്യം, നിഗ്രഹം, അനുഗ്രഹം, ക്ഷയം, വൃദ്ധി, കൃതജ്ഞത, കൃതജ്ഞത, സ്വാർത്ഥം, നിസ്വാർത്ഥം. ഇനി നെക്സ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് പുല്ലിംഗം, സ്ത്രീലിംഗം. ഇത് ഏകദേശം കണ്ടാൽ തന്നെ മനസ്സിലാകും. എന്നാൽ കുറച്ചധികം വാക്കുകൾ കണ്ടാൽ മനസ്സിലാകില്ല. ഈശ്വരൻ സ്ത്രീലിംഗം ഈശ്വരി. സ്വാമി സ്ത്രീലിംഗം സ്വാമിനി എന്നാണ്. നേതാവ് ഇതിന്റെ സ്ത്രീലിംഗം നേത്രി എന്നാണ്. കവി സ്ത്രീലിംഗം കവയിത്രി. ഗായകൻ സ്ത്രീലിംഗം ഗായിക എന്നാണ്. അപ്പോൾ ഈശ്വരൻ സ്ത്രീലിംഗം ഈശ്വരി, സ്വാമി സ്വാമിനി, നേതാവ് നേത്രി, കവി കവയത്രി, ഗായകൻ ഗായിക. ഇനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് പൂജക ബഹുവചനങ്ങൾ ഏതാണെന്നാണ്. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് പൂജക ബഹുവചനങ്ങൾ കണ്ടെത്തുക എന്ന ക്വസ്റ്റ്യൻ എങ്ങനെയാണ്
കണ്ടെത്തേണ്ടതെന്ന് പറഞ്ഞു തരാം. അപ്പോൾ വചനം വിഭാഗത്തിലാണ് പൂജക ബഹുവചനങ്ങൾ ഉൾപ്പെടുന്നത്. പൂജക ബഹുവചനങ്ങൾ എന്നാൽ ആദരസൂചകമായി പ്രയോഗിക്കുന്ന ബഹുവചനത്തെയാണ് പൂജക ബഹുവചനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാക്കിൽ തന്നെയുണ്ട് അർത്ഥം പൂജിക്കുന്ന അല്ലെങ്കിൽ റെസ്പെക്ട്ഫുള്ളി ആദരസൂചകമായി ഉപയോഗിക്കുന്ന ബഹുവചനമാണ് പൂജക ബഹുവചനം. ഇവ രൂപം കൊണ്ട് ബഹുവചനം ആയിരിക്കും, എന്നാൽ ഇത് അർത്ഥം കൊണ്ട് ഏകവചനം ആയിരിക്കും. അതാണ് പൂജക ബഹുവചനത്തിന്റെ പ്രത്യേകത. അപ്പോൾ ആദരസൂചകമായി ഉപയോഗിക്കുന്ന ബഹുവചനമാണ് പൂജക ബഹുവചനം. ഇത് രൂപം കൊണ്ട് ബഹുവചനവും അർത്ഥം കൊണ്ട് ഏകവചനവും ആയിരിക്കും. അത് മറന്നു പോകരുത്. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകും. അപ്പോൾ പൂജക ബഹുവചനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് സ്വാമികൾ, വൈദ്യർ, യോഗികൾ, തിരുവടികൾ, തമ്പ്രാക്കൾ, അവർകൾ, താങ്കൾ, ഭീഷ്മർ, ദ്രോണർ എക്സെട്ര. ഇവയൊക്കെ രൂപം കൊണ്ട് ബഹുവചനമാണ്, എന്നാൽ അർത്ഥം കൊണ്ട് ഏകവചനമാണ്. അതായത് എക്സാമ്പിൾ സ്വാമികൾ എന്ന വാക്ക്, സ്വാമികൾ എന്നാൽ ഒരുപാട് സ്വാമിമാർ എന്ന അർത്ഥത്തിലല്ല, സ്വാമികൾ എന്നത് ആദരസൂചകമായി ഉപയോഗിക്കുന്ന രീതിയിലാണ് സ്വാമികൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് പൂജക ബഹുവചനം ആകുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള ങ്ങളാണ് പൂജക ബഹുവചനങ്ങൾ. എക്സാമ്പിൾ ഒന്നുകൂടി പറയാം. സ്വാമികൾ, വൈദ്യർ, യോഗികൾ, തിരുവടികൾ, അവർകൾ, താങ്കൾ, ഭീഷ്മർ, ദ്രോണർ ഇവയൊക്കെ പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ്. ഇനി നെക്സ്റ്റ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ ആണ് വിഗ്രഹിക്കുക. അപ്പോൾ വിഗ്രഹിക്കുക എന്നതിൽ ഒരു വാക്ക് തരും. ഇത് എങ്ങനെയാണ് വിഗ്രഹിച്ച് എഴുതേണ്ടതെന്നാണ് പറയാൻ പോകുന്നത്. കർമ്മസാക്ഷി. വിഗ്രഹിച്ചാൽ കർമ്മങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ളവൻ, അതിനെയാണ് കർമ്മസാക്ഷി എന്ന് പറയുന്നത്. അപ്പോൾ കർമ്മസാക്ഷി വിഗ്രഹിച്ചാൽ കർമ്മങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ളവൻ എന്നാണ് വിഗ്രഹിക്കേണ്ടത്. നെക്സ്റ്റ് പുലിവാൽ. പുലിവാൽ വിഗ്രഹിക്കുന്നത് പുലിയുടെ വാൽ എന്നാണ്. പുലിവാൽ വിഗ്രഹിച്ചെഴുതിയാൽ പുലിയുടെ വാൽ. സ്ഥിതിഗതികൾ. ഇത് വിഗ്രഹിക്കുന്നത് സ്ഥിതിയും ഗതിയും എന്നാണ്. സ്ഥിതിഗതികൾ വിഗ്രഹിച്ചാൽ സ്ഥിതിയും ഗതിയും. അരയന്ന പ്രൗഢൻ. അരയന്ന പ്രൗഢൻ വിഗ്രഹിക്കുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത്? പ്രൗഢനായ അരയന്നം. പ്രൗഢനായ അരയന്നം എന്നാണ് അരയന്ന പ്രൗഢൻ വിഗ്രഹിക്കുന്നത്. നെക്സ്റ്റ് ജനനിബിഡം. ജനനിബിഡം വിഗ്രഹിക്കുന്നത് ജനത്താൽ നിബിഡം ആയത്. ജനത്താൽ നിബിഡം ആയത് എന്നാണ് ജനനിബിഡം വിഗ്രഹിച്ചെഴുതേണ്ടത്. നെക്സ്റ്റ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ ആണ് പിരിച്ചെഴുതുക എന്ന മലയാളം ഗ്രാമർ ക്വസ്റ്റ്യൻ. പിരിച്ചെഴുതുക. അപ്പോൾ കുറച്ച് വാക്കുകൾ തരാം, അത് പിരിച്ചെഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. തൃപ്പാദം. തൃപ്പാദം എന്ന വാക്ക് പിരിച്ചെഴുതുന്നത് തിരു പ്ലസ് പാദം എന്നാണ്. തിരു പ്ലസ് പാദമാണ് തൃപ്പാദം. അഭ്യുദയം. അഭ്യുദയം പിരിച്ചെഴുതുന്നത് അഫി പ്ലസ് ഉദയം എന്നാണ്. അഫി പ്ലസ് ഉദയമാണ് അഭ്യുദയം. പുളിങ്കുരു. പുളി പ്ലസ് കുരു ആണ് പുളിങ്കുരു. പുളി പ്ലസ് കുരു. അവൻ പിരിച്ചെഴുതിയാൽ ആ പ്ലസ് അന്നാണ് അവൻ. അവൻ എങ്ങനെയാണ് പിരിച്ചെഴുതേണ്ടത്? ആ പ്ലസ് അൻ. പ്രത്യുപകാരം. പ്രത്യുപകാരം പിരിച്ചെഴുതുമ്പോൾ പ്രതി പ്ലസ് ഉപകാരമാണ് പ്രത്യുപകാരം. പ്രതി പ്ലസ് ഉപകാരം പ്രത്യുപകാരം. ഇനി ക്വസ്റ്റ്യൻ ആണ് തർജ്ജമ ചെയ്യുക. തർജ്ജമ ചെയ്യുക എന്നാൽ ഇംഗ്ലീഷിൽ സെന്റൻസ് തരും, ഇത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. ട്രാൻസ്ലേറ്റിന്റെ മലയാളമാണ് തർജ്ജമ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. ഒന്നുമില്ലാതിരിക്കുന്നതിനേക്കാൾ നല്ലത് എന്തെങ്കിലും ഉണ്ടായിരിക്കുന്നതാണ്. ഒന്നുമില്ലാതിരിക്കുന്നതിനേക്കാൾ നല്ലത് എന്തെങ്കിലും ഉണ്ടായിരിക്കുന്നതെന്നാണ് ഇതിന്റെ ട്രാൻസ്ലേഷൻ. മറ്റൊരു വാക്ക് ബട്ടർ അപ്പ്. ബട്ടർ അപ്പ് എന്ന് പറഞ്ഞതിന്റെ മലയാള ട്രാൻസ്ലേഷൻ മുഖസ്ഥിതി പറയുക എന്നാണ്. ബട്ടർ അപ്പ് എന്ന വാക്കിന്റെ മലയാള പരിഭാഷ മുഖസ്ഥിതി പറയുക. നെക്സ്റ്റ് ബ്രൂട്ട് മെജോറിറ്റി. ബ്രൂട്ട് മെജോറിറ്റി എന്ന വാക്കിന്റെ തർജ്ജമ മൃഗീയ ഭൂരിപക്ഷം എന്നാണ്. ബ്രൂട്ട് മെജോറിറ്റി മൃഗീയ ഭൂരിപക്ഷം. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അമ്മ മലയാളം എന്ന കവിത എഴുതിയത് ആരാണ്? അമ്മ മലയാളം എന്ന കവിത എഴുതിയത് കുരീപ്പുഴ ശ്രീകുമാറാണ്. കുരീപ്പുഴ ശ്രീകുമാറിൻ്റെതാണ് അമ്മ മലയാളം എന്ന പോയം. ഓക്കെ ഫ്രണ്ട്സ്, ദിസ് ഇസ് ഓൾ ഫോർ ടുഡേ. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വാച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സീൻ ദി നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.